ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് അഗെയിൻ. എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഒരുപാട് നാളായില്ലേ നമ്മൾ ലോങ് വീഡിയോ ഒക്കെ ഇട്ടിട്ട്. അപ്പോൾ ഇന്ന് നമുക്കൊരു ഇറച്ചിച്ചോറ് ഉണ്ടാക്കി നോക്കിയാലോ. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു 3/4 കിലോ എല്ലോട് കൂടിയ ഇറച്ചിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി അതിനൊന്ന് വേവിച്ചെടുക്കാം നമുക്ക്. അപ്പോൾ ഞാൻ ഒരു 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും, ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്തിട്ട് ഒരു കുക്കറിലേക്കിട്ട് ഇതിനെ ഒന്ന് വേവിച്ചെടുക്കാം നമുക്ക്. അപ്പോൾ നമ്മുടെ ബീഫ് ഒരു 3/4 മണിക്കൂർ നേരമാണ് വേവേണ്ടത്. കാരണം നമുക്ക് ഇനിയും ദമ്മിൽ കിടന്നുകൊണ്ട് വേവാനുള്ളതാണല്ലോ. അപ്പോൾ നമുക്ക് ഈ സമയം കൊണ്ട് നമ്മുടെ ബിരിയാണി അരി കുതിർത്തെടുക്കാം. അപ്പോൾ ഈ പാത്രത്തിനൊരു പാത്രം അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിന് 2 പാത്രം വെള്ളമാണ് നമുക്ക് ചോറിന് വേണ്ടത്. അപ്പം എന്നിട്ട് ഇതിനെ നമുക്ക് നന്നായിട്ട് ഈ അരി കഴുകിയെടുത്തിട്ട് ഒരു 30 മിനിറ്റോ അല്ലെങ്കിൽ 3/4 മണിക്കൂറോ കുതിർത്തെടുക്കാം. കാരണം ഇത് കുതിർത്തെടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ചോറ് നല്ല സോഫ്റ്റ് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഈ സമയം കൊണ്ട് നമ്മുടെ ഇറച്ചി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അതിൽ കുറച്ച് വെള്ളമൊക്കെ ഉണ്ടല്ലേ. അപ്പോൾ നമുക്ക് ഈ വെള്ളം നമ്മൾ എടുക്കൂലേ, ചോർക്ക് എടുക്കുന്ന വെള്ളത്തിൽ പാകമാക്കിയിട്ട് വേണം എടുക്കാൻ കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഇറച്ചി ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി അതേ കുക്കറിൽ തന്നെയാണ് ഞാൻ മസാല തയ്യാറാക്കുന്നത് കേട്ടോ. ഈ ഇറച്ചിക്കുള്ള മസാല നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമുക്ക് ഉള്ളി വഴറ്റാൻ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് വേണ്ടി ഞാനൊരു 3 മീഡിയം സൈസ് വലിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. അത് നല്ല ചെറിയ സ്ലൈസായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് നമുക്ക് വഴറ്റി കൊടുക്കണം. പെട്ടെന്ന് വഴണ്ട് വരുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു 1/2 ടീസ്പൂണ് ഉപ്പിട്ട് കൊടുക്കാം. അപ്പം ഉള്ളി നന്നായിട്ട് വഴണ്ട് വരട്ടെ. ഈ സമയത്ത് നമുക്കതിലേക്ക് നമ്മുടെ വെളുത്തുള്ളി, ഇഞ്ചിയും പച്ചമുളകും ചതച്ചെടുത്തിട്ടുള്ളത് ചേർത്ത് കൊടുക്കാം. ഇത് ഒരു 2 ടേബിൾ സ്പൂൺ കാണും കേട്ടോ. പച്ചമുളകൊക്കെ നമ്മുടെ എരിവിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ കൊടുക്കാം. ഞാൻ ഇപ്പോൾ 1 കിലോയ്ക്ക് ഒരു 10 പച്ചമുളകൊക്കെ എടുക്കും. എരിവുള്ളതാണെങ്കിൽ കുറച്ച് കൊടുക്കാം അതിനേക്കാൾ. അപ്പം അത് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. അപ്പം നമ്മുടെ പച്ചമുളകിൻ്റെയും വെളുത്തുള്ളി ഇഞ്ചിൻ്റെയൊക്കെ പച്ചമണം മാറുന്നവരെ വരെ നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഈ സമയം ഞാനതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് നമ്മുടെ ചോറിന് കളർ കിട്ടാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് പെട്ടെന്ന് വഴണ്ട് വരുന്നതിന് വേണ്ടിയിട്ടും കൂടെയാണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്കതിലേക്ക് ഒരു മീഡിയം സൈസ് 3 തക്കാളി, ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് കൂടെ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അത് നന്നായിട്ട് വഴണ്ട് വരട്ടെ. ഈ സമയത്ത് നമുക്ക് ഒരു കൈപ്പിടി മല്ലിച്ചപ്പും അതുപോലെ തന്നെ അതിൻ്റെ പകുതിയോളം പുതിനയിലയും എടുത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് നന്നായിട്ട് അരിഞ്ഞെടുത്ത് നമ്മുടെ മസാലയിലേക്ക് ചേർത്ത് കൊടുത്തു. ഇപ്പം ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒരു ടേബിൾ സ്പൂൺ നാരങ്ങ നീരും, അതേപോലെ 1 ടേബിൾ സ്പൂൺ കുരുമുളക് ചതച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഇത് ഇങ്ങനെയാണ് അതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോഴാണ് അതിൻ്റെ ഒരു ഫ്ലേവറൊക്കെ അതിലേക്ക് വരിക. ഇനി ഇതിനെ നന്നായിട്ട് പേസ്റ്റ് പോലെ നമ്മൾ വേവിച്ചെടുക്കണം. ഇപ്പം ഞാൻ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണിൻ്റെ 2 ടീസ്പൂണ് ഗരം മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതായത് 1 ടീസ്പൂൺ ഗരം മസാല. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു 1/4 കപ്പ് തൈര് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിനെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ഈ സമയത്താണ് ഞാൻ അതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുത്തത് കേട്ടോ. ഒരു കൈപ്പിടീൻ്റെ പകുതിയായിട്ട് നമ്മുടെ ആവശ്യാനുസരണം കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ നമ്മുടെ ഇറച്ചി അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിനെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുത്തതിന് ശേഷം ഇറച്ചി മസാലയിൽ നിന്ന് നീക്കി അതിൻ്റെ വെള്ളം വേറെ ഇറച്ചി വേറെ മാറ്റി വെച്ചിട്ടുണ്ട് ഉണ്ടോ. അപ്പോൾ ഈ വെള്ളം എന്തിനാണ് ഇങ്ങനെ ചെയ്തത് എന്ന് ചോദിച്ചാൽ, ഈ വെള്ളം നമുക്ക് നമ്മുടെ ചോറിലേക്ക് എടുക്കാൻ വേണം. അപ്പോൾ നമുക്ക് ഇനി ചോറ് തയ്യാറാക്കിയെടുക്കാം. അതേ കുക്കറിൽ തന്നെയാണ് ചോറ് ഉണ്ടാക്കിയെടുക്കുന്നത്.
അപ്പോൾ അതിന് വേണ്ടി 1 ടേബിൾ സ്പൂൺ നെയ്യും 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനതിലേക്ക് ഒരു 3 കഷ്ണം പട്ടയും 3 ഏലക്കായും 3 ഗ്രാമ്പും കൂടെയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇത് ഫ്രഷായ പട്ടയാണ് കേട്ടോ. എൻ്റെ അടുത്ത് ഉണങ്ങിയ പട്ട ഇല്ലാത്ത കാരണം ഞാൻ മരത്തുമെന്ന് അപ്പോൾ പോയിട്ട് എടുത്തു കൊണ്ടുവന്നതാണ്. ഇതിപ്പോൾ ഒരു കൈപ്പിടി വലിയുള്ളി സ്ലൈസ് ആക്കിയത് കൂടെ ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് മൊരിഞ്ഞ് വരുന്ന സമയത്താണ് നമുക്ക് നമ്മുടെ വെള്ളം ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ആ പാത്രത്തിന് 1 കപ്പ് സാദാ വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തു. ഇനി ഈ ഇറച്ചി വെന്ത വെള്ളമല്ലേ, ആ വെള്ളവും അതിലേക്ക് അതിൻ്റെ പാകത്തിനനുസരിച്ച് കുറച്ചുകൂടെ വെള്ളം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ആവശ്യാനുസരണം, അതായത് 2 പാത്രം വെള്ളം നമുക്ക് കണക്കാകണമല്ലോ. ആ വെള്ളത്തിലേക്ക് പിന്നെ ഞാൻ എന്ത് ചെയ്തു, അത് കണക്കാകാൻ വേണ്ടിയുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തു. ഇനി ഈ വെള്ളം നമുക്ക് എന്ത് ചെയ്യണം, നമ്മുടെ ചോറിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഇതിനെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഈ സമയത്ത് നമുക്കതിലേക്ക് ഉപ്പുണ്ടോ എന്ന് നോക്കണം. അപ്പോൾ എനിക്ക് ഉപ്പില്ലായിരുന്നു, അപ്പോൾ അതുകൊണ്ട് ഞാൻ 1/2 ടീസ്പൂൺ ഉപ്പ് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇത് വെറുതെ പറയല്ല, ഈ ഇറച്ചി ചോറ് എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾ ഒരു പ്രാവശ്യം ഇത് ഉണ്ടാക്കി നോക്കുക, വീണ്ടും വീണ്ടും നിങ്ങളിത് ഉണ്ടാക്കി നോക്കും, ഉറപ്പാണ് ബിരിയാണി മാറി നിൽക്കും. വെറുതെ പറയുന്നതല്ല, നിങ്ങൾ എന്തായാലും ഒരു പ്രാവശ്യമെങ്കിലും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ കുക്കർ മെല്ലെ ഒന്ന് മൂടി വെച്ചിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇതൊന്ന് തിളച്ച് വരണം. ഈ തിളച്ച് വരുന്ന സമയത്താണ് ഞാൻ അതിലേക്ക് രമ്പയിൽ ഇട്ട് കൊടുക്കുന്നത്. ഈ രമ്പയിൽ ഞാൻ ബിരിയാണി ഉണ്ടാക്കുമ്പോഴും നെയ്ച്ചോറ് ഉണ്ടാക്കുമ്പോഴും അതേപോലെ തന്നെ തേങ്ങാച്ചോറ് ഉണ്ടാക്കുമ്പോഴൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ. അതിന് നല്ലൊരു ടേസ്റ്റുമാണ്, നല്ലൊരു മണമാണ് കേട്ടോ. അപ്പം നമ്മുടെ വെള്ളമൊക്കെ നല്ല തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഞാനതിലേക്ക് നമ്മുടെ അരി വെള്ളമൊക്കെ വാർന്ന് വെച്ചിട്ടുള്ള അരി കൂടെ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് പൊടിയാതെ ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ അതൊന്ന് മെല്ലെ ഒന്ന് തിളച്ച് വരണം. ഈ തിളച്ച് വരുന്ന സമയത്താണ് നമുക്കത് മൂടി വെക്കേണ്ടത്. എൻ്റെ കുക്കറിൻ്റെ ഒരു അവസ്ഥ കൊണ്ടാണ് ഞാനിങ്ങനെ ഇതൊന്ന് തിളക്കാൻ വേണ്ടി കാത്തു ഇരിക്കുന്നത്. നല്ല പുതിയ കുക്കറൊക്കെ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അത് അപ്പം തന്നെ മൂടി വെക്കാം. ഈ സമയത്താണ് നമ്മളതിലേക്ക് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഇറച്ചി ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇറച്ചിയൊക്കെ ഒന്ന് മുകളിൽ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ അത് ഈ സമയത്ത് ഇട്ട് കൊടുക്കുന്നത്. അതെല്ലാം നിങ്ങൾക്ക് ഇറച്ചിയും അരിയൊക്കെ ഒപ്പം തന്നെ ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. ഇതിനി ഒരൊറ്റ വിസിലേ വേണ്ടതുള്ളൂ. ആ ഒരു വിസിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓഫാക്കി എടുക്കാം. കണ്ടോ, അപ്പം കുക്കർ ഒരു വിസിലടിച്ചിട്ടുണ്ട്, ഞാൻ ഓഫാക്കിയിട്ടുണ്ട്. അപ്പോൾ കുക്കറിൽ ആവിയൊക്കെ പോയതിന് ശേഷം നമുക്ക് കുക്കറൊന്ന് തുറന്നു നോക്കാം. നമ്മുടെ ഇറച്ചിച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അല്ലേ. നല്ലൊരു മണമൊക്കെയാണ് കേട്ടോ ഇതിന്, ഒരു രക്ഷയില്ല, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ബിരിയാണി ഉണ്ടാക്കി നോക്കും വേണം. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഉറപ്പായിട്ടും നിങ്ങളിത് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. അപ്പോൾ ഓക്കെ, ബൈ.